നമസ്കാരം. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എടുത്തിക്കോ, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ സംഗതി കിട്ടണം. കസ്റ്റം മേഡല്ലോ. വന്നട്ടെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. പ്ലീസ് കം. ഹായ് അന്ന. ഓക്കേ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കി പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേ ശീലു. പണയം വെച്ചേ 10,200 കിട്ടും. 2 ലക്ഷം. വെച്ചേക്കുന്നു. ഇതിനെ 4,32,15 ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനത്തിന് മാർക്കറ്റ് കൊടുത്താൽ കിട്ടും. ഒന്നും കേട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു, ജെറി, മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടിക്കാരൻ. എന്നിട്ട് താടിയൊന്നും കാണാറില്ലല്ലോ. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM ശമ്പളമൊക്കെ എങ്ങനെ? മാസത്തിലൊരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹെലോ FM വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM എപ്പോഴും. നിങ്ങളായിരുന്നല്ലേ? അതെ. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ കൊണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്കാ. ഉറപ്പില്ലല്ലോ. എന്റെ ബൂ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ നിന്നാ. ഇതിന്റെ വില എത്രയെന്നറിയോ? 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിനിട്ട് റിങ്ങ. വില എത്രയെന്നറിയോ? പറ. അതെ, പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി പതിരി? താടി വരുന്നതിന് മുമ്പ് പോവാ. നോക്കിയേ, സ്കോച്ചിന്റെ വില പറയണണ്ട. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളാരും പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ അട്ടിച്ചവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരം കൂടി അവൻ അവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ വില എത്ര അവൻ ചോദിച്ചാൽ കേക്കട്ടെ. കണ്ണു കാണാൻ പാടില്ലേ? കാത് കേൾക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ ആമനക്കുട്ടിനെ കുറിച്ച് പറഞ്ഞ കേട്ടോ. അതൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ? നോക്കിയ നീ നോക്ക്. നീ കാട്ടുമാക്ക. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ. സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? അതെ. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചൻ ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല. ഒരിക്കലും കൊടുക്കില്ലടാ. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നിനക്ക് തോന്നി അങ്ങനെ? എനിക്ക് തോന്നി. എനിക്ക് തോന്നി. നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രഹ്മി നിൽക്കുമ്പോഴാ നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാച്ചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം. അങ്ങനെ എന്നാ ഒക്കെയാ. എന്നാലും ഉള്ള പറയാലോ, അയാൾ ഫ്രോഡാ. എനിക്കയാളെ വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി? നൗ ഐ എം വെരി ഹാപ്പി.
പറ്റാൻ? എടിയ താടിക്കാരൻ കിഴങ്ങന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടാണ് നീ കല്യാണം സമ്മതിച്ചത്. അതോ നിന്നെ എല്ലാം പെടുത്തിയതാണ് അയാളുടെ സ്വത്തും പണവും കണ്ടിട്ട്. ജെറി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്താ പറയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് അയാൾ നിനക്കൊരു ആബ്സല്യൂട്ട് മിസ്മാച്ച് ആണ്. ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ് ജെറി. ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്, ഐ നോ ദാറ്റ്. പക്ഷെ എന്നാ നമ്മൾ കുറെ കാലം അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എനിക്ക് നിന്റെ ക്യാരക്ടർ എന്താണെന്ന്, നീ എന്താണെന്ന്, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു മോശം ലൈഫിലേക്കല്ല ഒരു വൻ ദുരന്തത്തിലേക്ക് പോകുമ്പോൾ. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് അറിയും, നിന്റെ ഇച്ഛായനം പെട്ടിരിക്കുക. ഇത് നിന്റെ ലൈഫാണ്. നിനക്കിഷ്ടമുള്ള നിന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ അല്ലേ നീ ജീവിക്കണ്ടേ? പിന്നെന്തിനാ അന്ന് പിരിഞ്ഞ്? അത് ഒന്നിക്കാൻ, ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നിക്കാൻ, ആ പെരട്ട താടിക്കാരനെയും നിന്നെ രക്ഷിക്കാൻ. അല്ല, ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നീ എന്നോട് വരുമോന്നല്ല, നീ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ചിക്കൻ പൊരിച്ചിട്ടാ കറി വെച്ച. ഓ, ഉറപ്പാ. അല്ലെങ്കിൽ തിന്നില്ലായിരിക്കും. കൊള്ളാട്ടാ. എടാ ഞാൻ ഒരു മൂന്നാമത് ചോദിച്ചാൽ തരൂ? നെയ്മീൻ ഫ്രൈ തീർന്നിട്ടാ. ഇനി എന്നോട് ചോദിക്കാൻ പറയാൻ നിൽക്കരുത്. വെജ് കുടിക്കാത്ത. ഓ, നീ കഴിക്കണല്ലേ? കഴിക്കടാ. നല്ല ചിക്കൻ ആണ്ടാ. നിനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമില്ലേ? എടാവള് വരാൻ സമ്മതിച്ചു. ആര്? അന്ന വരാൻ സമ്മതിച്ചു. ഇങ്ങോട്ട് ഓടാ. തമാശയാണോ? അവൾ എന്റെ കൂടെ വരാൻ സമ്മതിച്ചു. അത് അടിക്കാനുണ്ടോ കൂടെ? നീ ഒരു മേൽ തമാശ കളിക്കരുത്. അവൾ എന്റെ കൂടെ വരാൻ സമ്മതിച്ചു. നീയൊക്കെ കൂടെ മൂപ്പിച്ചിട്ടാണ് ഞാൻ അവളെ പോയി വിളിച്ചത്. അവളിപ്പോ എന്നോട് വരാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ വെറുതെ ലോകതത്വം പറഞ്ഞല്ലേ, നീ സീരിയസ് ആയിട്ടാ? ലോകതത്വം ഇതുമാതിരി പൂക്കൃത്തരം കാണിക്കരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു, ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പോകും. ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഉള്ള പറയാലോ, എനിക്ക് ഈ മലയാളിയാണെന്ന് പറയാനേ ഇഷ്ടമല്ല. ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അപ്പൊ തന്നെ പൊട്ടിച്ചു വെക്കും. വെറുതെ നാണം കിട്ടുമോ? അതെ. നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? അതെ. ആണോ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുക ഞാനിപ്പോ ചെയ്യുന്നത്. ഭയങ്കര തെറ്റായി പോയി. ആ വഴി പോവാം, വേഗം വാ. നമ്മള് ഇവളെ കൊണ്ടുപോണോ, ഇവള് നമ്മളെ കൊണ്ടുപോണോ? ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് വരാം. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ കഴിയോ? വാ, സൂക്ഷിച്ച് വാ വാ. നേരെ പൊക്കോ. അഥവാ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നടക്കാറിങ്ങിയെന്ന് പറഞ്ഞാൽ മായിട്ടാ. അല്ല, നമുക്ക് നാളെ പള്ളിയിൽ കാണണം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഓക്കെ വന്നേ. എന്നാടി? എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ? അന്നെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അയ്യോ, ഒച്ച വെക്കാതെ. പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. നീ ആ ഫോണിൽ ഞാൻ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഈ വീട് മുഴുവൻ ഞാൻ നോക്കി. അന്നെ ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ അച്ഛയ, ഇനി എന്നെ ചെയ്യാ? എന്നെ പോകുന്ന വഴിക്ക് വീടിന്റെ അവിടെ ആക്കണേ. ഇറക്കാം. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. ഈ കാത്തന നിമിഷങ്ങളിൽ പ്രിയെ നിന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. രാത്രിയുടെ ഈ സുന്ദരയാമങ്ങളിൽ സംഗീതം എന്നെ മതോന്മത്തനാക്കുന്നു. ഉന്മാദ നിമിഷങ്ങളിൽ പ്രണയഭരിതമാക്കുവാൻ. ഇതിനെത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ, ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാം. ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി.
എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ ഭാര്യ പ്രിയ. എന്താ ഇത് ഇത് അന്ന ജെറിയുടെ. എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഇപ്പൊ അതൊക്കെ പറയാം, അത് ഞങ്ങൾ നകത്ത് കയറട്ടെ. കേറി വരൂ വരൂ. ചേരിപ്പൊക്കെ ഒന്ന് പുറത്തിടണേ. ഒന്നും വിചാരിക്കല്ലേ, കുറച്ച് വൃത്തി കൂടുതലാണെന്ന് വരൂ. What have you done, Madhav? It's so unfair. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയോ? കുട്ടി ഉണ്ടാവും. അല്ലെ കുട്ടി നന്നായി ആലോചിച്ചിട്ടാണ് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുന്നാ പറയുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ എൻ്റെ റൂമിലേക്കോ പോവായിരുന്നു അല്ലേ? ജെറി, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ല ഞാൻ ഈ പറയുന്നേ. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാ. അതിന് ടെൻഷൻ ആവണ്ട. നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്താലോ? പോലീസിനെ അവർ അറിയിച്ചിട്ടുണ്ടോ? ആ ഫോൺ ജെറി, ആ ഫോണും തന്നെ. ഹലോ ഹലോ, ഞാൻ അന്നയാ. മനസ്സിലായി മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ചു ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാണ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം. ക്യാരക്ടർ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയണമായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ... അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അതവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലയാടാൻ തുടങ്ങും. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുമോ? സെക്യൂരിറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ മാസം 10,000-15,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ പോയി. ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, അലമാരക്കകത്ത്. 4,32,015 രൂപയുടെ. പ്ലസ് 12% ടാക്സ് ഉണ്ട് കുട്ടി. ഏതായാലും അത് ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അത് ആ ജ്വല്ലറി റിട്ടേൺ ചെയ്യാം. മാർക്കറ്റിൽ വില കയറി നിൽക്കുന്ന ടൈമാണേ. എന്നതാണേലും 15 ലക്ഷവും അതിന്റെ 9.9%